ഞാനിങ്ങോട്ട് കയറി വരുമ്പോഴേ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അനൂപ് അംബിക സാറിനെ കണ്ടു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പെരിന്തൽമണ്ണക്കാർ ഇങ്ങനെ പോകുവാണെങ്കിൽ എത്രയും വേഗം നിങ്ങൾക്ക് മിക്കവാറും പെരിന്തൽമണ്ണയിൽ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ബ്രാഞ്ച് തുടങ്ങേണ്ടി വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ വർഷവും നിങ്ങളുടെ അടുത്ത് വന്നിരുന്നു, ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ ഒരു വർഷത്തിനിടയിൽ ഞാൻ പലപ്പോഴും നിങ്ങളെ ഓർക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലത്തോ ചില ആൾക്കാർ വരും, നിങ്ങളാ തീപ്പെട്ടി പറഞ്ഞ ആളല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു ഓർമ്മ പുതുക്കുമ്പോൾ പെരിന്തൽമണ്ണ എൻ്റെ മനസ്സിൽ വരും. എന്തായാലും ഒരിക്കൽ കൂടി ഇത്രയും ഗംഭീരമായി ഇത് സംഘടിപ്പിച്ച നജീബ് കാന്തപുരം MLAയ്ക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. എനിക്ക് ഇത്തവണ കിട്ടിയേക്കുന്ന വിഷയം വലിയ പൊല്ലാപ്പ് പിടിച്ചതാണ്. കൺസ്യൂമർ ബിഹേവിയറാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, ആലോചിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ് അവരുടെ മാറ്റങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ. എനിക്കും നിങ്ങൾക്കും ആർക്കെങ്കിലും അവർക്കൊപ്പമെങ്കിലും സഞ്ചരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പുറത്താകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നിങ്ങളുടെ പ്രൊഡക്റ്റായാലും നിങ്ങളുടെ സർവീസായാലും നിങ്ങളിൽ നിന്ന് എന്തവർ പ്രതീക്ഷിക്കുന്നുവെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും മുൻകൂട്ടി കാണാൻ പറ്റിയാൽ അവർ തീർച്ചയായും വലിയ വിജയങ്ങൾ കീഴടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനേറ്റവും പറ്റിയ ഒരു എളിയ ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ. 2012 മീൻ കമ്പ്യൂട്ടറിൽ കൂടി മലയാളികളും ഇന്ത്യക്കാരും വാങ്ങും എന്ന് ഞാൻ ആലോചിച്ചത്, ആ ആലോചന തെറ്റിയില്ല എന്നതുകൊണ്ടാണ് ഇന്ന് ഫ്രഷ് ടു ഹോം എന്ന കമ്പനിയും ഞാനും ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റം എനിക്കും നിങ്ങൾക്കും ഉൾക്കൊള്ളാനായില്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ല 2012 ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ കൂടി മീൻ കിട്ടും എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു. ഒരു രക്ഷയില്ലാത്ത കാലമാണ്. പക്ഷേ ഇന്ന് അതേ കസ്റ്റമേഴ്സ് എന്നോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ആപ്പിൻ്റെ 2ാം പേജിൽ നിന്ന് 3ാം പേജിലേക്ക് മാറുമ്പോൾ അവിടെ ഒരു ചെറിയ സാധനം കൂടി വേണം, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആകിയല്ല എന്ന് അതേ കസ്റ്റമേഴ്സ് എന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ മാത്രം വലുതായി എന്നതാണ് കസ്റ്റമേഴ്സ് ബിഹേവിയറിൻ്റെ മാറ്റം. അതുകൊണ്ട് നിങ്ങൾ കസ്റ്റമർ നാളെ എന്ത് വിചാരിക്കും, നാളെ എന്താണ് അവർക്ക് വേണ്ടതെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ അവരായിരിക്കും ലോകം കീഴടക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ നിങ്ങൾ കണ്ടെത്താതെ കസ്റ്റമേഴ്സ്, ഇപ്പോൾ എനിക്ക് 10,000 കസ്റ്റമറുണ്ട്, അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിച്ചു പോയാൽ നിങ്ങളുടെ ബിസിനസ് അധിക നാൾ നീണ്ടു നിൽക്കില്ല എന്ന കാര്യത്തിലും സംശയമില്ല. ഞാൻ ബിസിനസ്സുകാരൻ ആഗ്രഹിച്ചതേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല, ബിസിനസ്സുകാരനാകണം അല്ലെങ്കിൽ എന്തെങ്കിലും ആകണം എന്നൊക്കെ തോന്നുന്നതിൽ എൻ്റെ പിന്നിലൊരു പ്രചോദനം, ഒരു കഥയോ ഒരു സംഭവമോ ആരെങ്കിലും പറഞ്ഞ വാചകങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ബിസിനസ്സുകാരനാണെന്ന് ആഗ്രഹിച്ചത്, എൻ്റെ നാട്ടിൽ ഞങ്ങൾ 4 മക്കളാണ്. ഞങ്ങൾ 4 പേരും കൂടി ഞങ്ങളുടെ അടുത്ത ഗവൺമെൻറ് LP സ്കൂളിൽ, ഒറ്റപ്പിൻ്റെ ഗവൺമെൻറ് LP സ്കൂളിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ ആ വഴിയെ നടന്നു പോകുമ്പോൾ ഒരു കറുത്ത അംബാസഡർ റോട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ കറുത്ത അംബാസഡർ കാണുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കും, തൊഴുതും ബഹുമാനിക്കും, കൈവക്കും. അപ്പം ഞാൻ എൻ്റെ ചാച്ചനോട്, ചാച്ച ഇതാരാന്ന് ചോദിച്ചു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു, ഇത് മോനെ നമ്മുടെ നാട്ടിൽ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ഓർക്കുന്നു, എൻ്റെ നാട്ടിൽ കോളേജ് അധ്യാപകരുണ്ട്, സ്കൂൾ അധ്യാപകരുണ്ട്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, തഹസിൽദാർമാരുണ്ട്, വില്ലേജ് ഓഫീസർമാരുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും കിട്ടാത്തൊരു ബഹുമാനമാണ് ഈ അംബാസഡർ കാറിലിരിക്കുന്ന മനുഷ്യന് കിട്ടുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് മാത്രമേ അംബാസഡർ കാറും ഉള്ളൂ. വേണമെങ്കിൽ അസൂയ എന്ന കുശുംബകെന്നൊക്കെ വിളിച്ചോ, ആ പൂഴിറൊട്ടിക്കുഴി വെച്ച് ഞാനും തീരുമാനിച്ചതാണ്, ഞാനും വലുതാകുമ്പോൾ ഒരു ബിസിനസ്സുകാരനാകും, ഞാനും ഒരു അംബാസഡർ മേടിക്കും. പക്ഷെ എന്ത് പറ്റിയെന്നറിയോ? ഞാൻ അംബാസഡർ കാർ മേടിക്കാൻ പ്രാപ്തനായപ്പോൾ എനിക്ക് ഒരു അംബാസഡർ കാർ വിൽക്കാൻ അവനെ കൊണ്ട് സാധിച്ചില്ല എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതാണ് കൺസ്യൂമർ ബിഹേവിയർ മനസ്സിലാക്കാതെ പോയാലുള്ള പ്രശ്നം. ഇന്ത്യയിൽ 2% ആൾക്കാർ മാത്രം കാറ് മേടിച്ചിരുന്ന കാലത്ത് 98% കാറും വിറ്റിരുന്ന അംബാസഡർ കാറാണെങ്കിൽ ഈ കേരളത്തിൽ പോലും 14%-ലധികം ആൾക്കാർ കാർ സ്വന്തമാക്കാൻ പ്രാപ്തരായപ്പോൾ ഒരു കാർ വിൽക്കാൻ അവനെ കൊണ്ട് പറ്റിയില്ല എന്നത് ഞാനും നിങ്ങളും ജീവിതത്തിലും ബിസിനസ്സിലും പഠിച്ചിരിക്കേണ്ട പാഠമാണ്.
ഇന്ത്യയിൽ ആരാടാ എന്നേക്കാളും കൂടുതൽ കാർ വിൽക്കാൻ വരുന്നതെന്ന് ധാരണയായിപ്പോയി. അംബാസഡർ മാത്രമല്ല, കൊഡാക് ഫിലിം, നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം പോലെ കമ്പനികളുണ്ട്. അതുകൊണ്ട് നമ്മൾ സി രാധാകൃഷ്ണൻ്റെ നോവലുണ്ട്, ആ നോവലിൻ്റെ പേര് മുൻപേ പറക്കുന്ന പക്ഷികളെന്നാണ്. ഞാൻ നോവൽ പറയാനല്ല, ആ പേര് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ആര് ഏത് മേഖലയിലും മുൻപേ പറക്കുന്ന പക്ഷികളാകാൻ പറ്റുമോ അവരുടെ മുന്നിലാണ് വിജയം. നിങ്ങൾ വെറുതെ സ്വപ്നം കണ്ടോളൂ, നിങ്ങൾ ആഗ്രഹിച്ചോളൂ, നിങ്ങൾ ആശിച്ചോളൂ. ശ്രീബുദ്ധൻ ലോകത്തിലെ ഏറ്റവും വലിയ ആളാണ്, നേതാവാണെന്നൊക്കെ ശരിയാണ്, ഞാനും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്ക് ഒട്ടും ചോദിക്കാൻ പറ്റില്ല, ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം. എൻ്റെ പൊന്നു ശ്രീബുദ്ധ, ആശയില്ല ഞാനും നിങ്ങളൊക്കെ എവിടെ എത്താനാ? അതിയായി ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിന് അത്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞോട്ടെ. അങ്ങനത്തെ അത്യാഗ്രഹങ്ങളിൽ നിന്നാണ് നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തിച്ചേരുള്ളൂ. അംബാസഡർ ആകാൻ മേടിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ അഹങ്കാരം പറയുന്നു കരുതരുത്. ആ ടോററ്റ് റോട്ടിലൂടെ ഇപ്പം ഞാൻ എൻ്റെ ബെൻസ് ഓടിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കണം, അതിയായി ആഗ്രഹിക്കണം. നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും അത്യാഗ്രഹം എന്ന് വിളിച്ചോട്ടെ. അത്തരം ആഗ്രഹങ്ങളിൽ നിന്ന് വേണം നമ്മൾ ഏത് ബിസിനസ്സിലേക്കും പറന്നിറങ്ങുവാൻ. അത്തരം ഒരു ഇറക്കത്തിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏതെങ്കിലും തലങ്ങളിലേക്ക് എത്തിച്ചേരാനും ഇത്തരം വേദികളിൽ വന്ന് നിൽക്കാനും സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കൺസ്യൂമർ ബിഹേവിയർ പറഞ്ഞപ്പോഴേ, കൺസ്യൂമറിൻ്റെ ബിഹേവിയർ മാത്രമല്ല, ഈ അടുത്ത കാലത്ത് നിങ്ങളെല്ലാവരും ഒരു പക്ഷേ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നവരായിരിക്കാം. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുഖത്ത് പോലും അവരുടെ മെൻറ്റാലിറ്റിയിൽ പോലും ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കാം. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പറയാം, അല്ല ഇന്ത്യയിലെ വലിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമുണ്ട്. ഒരു 2-3 വർഷം മുമ്പ് വരെ നമ്മുടെ എല്ലാ ഇൻവെസ്റ്റേഴ്സും നോക്കിയിരുന്നത് എല്ലാ കമ്പനികളുടെയും ടോപ്പ് ലൈനുകളെയാണ്. അതായത് നമ്മുടെ റവന്യൂവിനെ മാത്രമാണ് അവർ നോക്കിയിരുന്നത്. എത്ര ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇയർ ഓൺ ഇയർ വളർച്ചയുണ്ട്, കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു, ഈ വർഷം എത്രയാവും, അടുത്ത വർഷം എത്രയാവും, ആ വളർച്ചകളെ മാത്രം നോക്കിയിരുന്ന ഇൻവെസ്റ്റേഴ്സ് കമ്പനികൾ പോലും ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ P&Lന്റെ ബോട്ടം ലൈനുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് പ്രോഫിറ്റ് ആണോ, ഇത് ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന നോട്ടത്തിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് പോലും മാറിയിട്ടുണ്ട് എന്നത് നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതിയെയും എല്ലാ സ്റ്റാർട്ടപ്പുകളുടെയും ആലോചനകളെയും മാറ്റിമറിക്കേണ്ട ഒന്നാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ പല കമ്പനികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങളിൽ നിന്നായിരിക്കാം അവരങ്ങനെ ചിന്തിച്ചത്. ഞങ്ങൾക്കൊരു പക്ഷേ വേണമെങ്കിൽ 2 വർഷം മുമ്പ് ഒരു യൂണിക്കോൺ ലെവലിലൊക്കെ എത്താനുള്ള സാധ്യതകൾ വന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ മനഃപൂർവ്വം അത് വേണ്ടെന്ന് വെച്ചത് യൂണിക്കോൺ ആകുന്നതിലും നല്ലതാണ് പ്രോഫിക്കോൺ ആകുന്നത് എന്ന് കണ്ടുകൊണ്ട് ഒരു പ്രോഫിറ്റ് ബേസ് കമ്പനിയിലേക്ക് കടന്നു പോകണം എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ആ ഒരു മാറ്റത്തിന് തയ്യാറായത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ചില നെഗറ്റീവ് വശങ്ങൾ ഉണ്ടാവാം. പക്ഷേ എപ്പോഴും ഒരു പ്രസ്ഥാനം നിങ്ങൾക്ക് പ്രോഫിറ്റായി കൊണ്ടുനടക്കാൻ പറ്റിയാൽ മാത്രമേ നമ്മൾക്ക് വേറെ ആശ്രയിക്കാതെ പോലും എൻ്റെ സ്വന്തം കമ്പനിയെ കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് പ്രോഫിറ്റ് എന്നത് പണ്ടത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എല്ലാ കമ്പനികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ഫണ്ടിങ് കിട്ടണമെങ്കിൽ പോലും കമ്പനി പ്രോഫിറ്റബിൾ ആണോ എന്ന് നോക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് പോലും മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിലൊരു സംശയമില്ല. ഇതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ചിന്താഗതി ഇതിലും പെട്ടെന്നാണ് മാറുന്നത്. ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഞങ്ങളുടെ കൊമേഴ്സ് തുടങ്ങിയപ്പോൾ എന്തായിരുന്നു അറിയാമോ? കൊമേഴ്സ് തുടങ്ങി ഞാൻ ആദ്യം സീറ്റ് ഹോം തുടങ്ങിയപ്പോൾ ഇന്ന് ബുക്ക് ചെയ്താൽ നാളെ സാധനം കിട്ടുള്ളായിരുന്നു. ആൾക്കാർക്ക് ഒരു പരാതിയില്ലായിരുന്നു, വാങ്ങിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷ് ഹോം ആയപ്പോൾ ഇന്ന് രാവിലെ ബുക്ക് ചെയ്താൽ വൈകുന്നേരം കിട്ടുമെന്ന അവസ്ഥയായി. അപ്പോഴും ആൾക്കാർ ഹാപ്പിയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കിപ്പോൾ ബുക്ക് ചെയ്താൽ 10 മിനിറ്റിനുള്ളിൽ കിട്ടണം. ക്വിക്ക് കൊമേഴ്സ് എന്ന് പറയും. ഇന്ന് ഇന്ത്യയിലെ കൊമേഴ്സിനെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ക്വിക്ക് കൊമേഴ്സാണ്. ക്വിക്ക് കൊമേഴ്സിലേക്ക് മാറാതെ ഇന്ന് ഒരു കൊമേഴ്സിനും വിജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയിലെ കൊമേഴ്സ് പ്രസ്ഥാനങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇത് ഇപ്പോൾ പറയുമ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെയാണെങ്കിൽ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ എങ്ങനെയായിരിക്കുമെന്ന്. അമേരിക്കക്കാർക്കും യൂറോപ്പുകാരനൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റിയാൽ 10 മിനിറ്റുള്ളിൽ അവൻ്റെ വീട്ടിൽ സാധനം കിട്ടുമെന്ന് ഓൺലൈനിൽ. ഞാനൊരു 4 മാസം മുമ്പ് യൂസ് ചെയ്യലുണ്ടായിരുന്നു. അവനൊന്നും ആലോചിക്കാനേ പറ്റുന്നില്ല. ഞാനൊരു സാധനം ബുക്ക് ചെയ്താൽ 15 മിനിറ്റുള്ളിൽ എൻ്റെ വീട്ടിൽ സാധനം എത്തുമെന്ന്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ആൾക്കാരുടെ എണ്ണം കൂടിയത് കൊണ്ടും ജോലി ചെയ്യാൻ ആൾക്കാരുള്ളത് കൊണ്ടും ഡെലിവറി ബോയ്സിൻ്റെ എണ്ണം കൂടുതലുള്ളതുകൊണ്ടും ആയിരിക്കാം. പക്ഷേ അവർക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത തലത്തിലേക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സ്വപ്നങ്ങൾ മാറി എന്നത് നമ്മൾ ഉൾക്കൊണ്ടിരിക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊമേഴ്സ് പ്രസ്ഥാനത്തെ ആണെങ്കിലും ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭരണം നടത്തുന്നത് ഇതിലേക്കാണ്. അങ്ങനെ ഇന്ത്യയിലെ ഒരു കൊമേഴ്സ് പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് വന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേരള വിഷൻ്റെ ബഡ്ജറ്റിൻ്റെ ചർച്ചയിലുണ്ടായിരുന്നു. എനിക്ക് ആ ബഡ്ജറ്റ് പഠിച്ചതിൽ നിന്ന് മനസ്സിലായത്
അല്ലെങ്കിൽ കേരള ബഡ്ജറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടാകേണ്ടത് മാനുഫാക്ചറിങ് ബിസിനസ്സുകളാണ്. ഇത് ഞാൻ പറയുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം രക്ഷപ്പെടണമെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ മാറണം. ഇന്ന് നമ്മുടെ സംസ്ഥാനം ഏകദേശം 2-4% നമ്മുടെ ജനസംഖ്യ. പക്ഷേ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇന്ത്യയിലെ 10% കേരളക്കാരെ വാങ്ങുന്നു. മീൻസ് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ എവിടെയൊക്കെയോ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനത്തെ വിറ്റുമാറ്റാനുള്ള മാർക്കറ്റായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? വിറ്റുമാറ്റുമ്പോൾ ഈ സംസ്ഥാനത്തെ ഒരാൾ കൊണ്ടേ കൊടുക്കുന്ന 100 രൂപയിൽ 20 രൂപ മാത്രമേ അവിടുത്തെ സാലറി ആയിട്ടും കാര്യങ്ങളുമായി പുറത്തേക്ക് പോകുന്നുള്ളൂ. ബാക്കി 80 രൂപയും ആ മെറ്റീരിയൽ തന്ന റോ മെറ്റീരിയൽസിൻ്റെ നടന്ന ഏത് രാജ്യത്താണോ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണോ അങ്ങോട്ട് പോകും. അപ്പം നമ്മുടെ രാജ്യത്ത് റോൾ ചെയ്യപ്പെടുന്ന പണത്തിൻ്റെ വോളിയം വളരെ ചെറുതായി പോകും. അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് വളരെ ചെറിയൊരു, പറയുമ്പോൾ വലിയ ബിസിനസ് പറയാം, പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് റോൾ ചെയ്യപ്പെടുന്നത് വളരെ ചെറുതായി പോകും. പകരം ആ സാധനം നമ്മുടെ നാട്ടിലായിരുന്നു മാനുഫാക്ചർ ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഒരു 80%ഉം പണം നമ്മുടെ രാജ്യത്ത് തന്നെ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കിടന്ന് റോൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്തെ താഴെ ലെവലിലുള്ള ഒരു സാധാരണക്കാരൻ മുതൽ മൂളറ്റം വരെയുള്ള ബിസിനസ്സുകാരൻ വരെ എല്ലാവർക്കും ഒരുപോലെ സാമ്പത്തികമായ ഭദ്രതയും സമ്പത്ത് മറിക്കാനുള്ള ശേഷിയും ഉണ്ടാവുന്നത്. ആ ശേഷി ദിനംപ്രതി നമ്മുടെ സംസ്ഥാനത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സംസ്ഥാനത്ത് ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ അഭാവം നമ്മുടെ സംസ്ഥാനത്ത് വളരെ വലുതാണ്. ഇന്ത്യയിൽ പോലും കഴിഞ്ഞ 10 വർഷത്തിൽ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് ഞാൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ള വരവ് വളരെ ചെറുതായിട്ടാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ കടക്കണം, ഏത് മേഖലയിലായാലും. അപ്പോൾ നിങ്ങൾ പറയും കേരളം മാനുഫാക്ചറിങ് സംസ്ഥാനത്തിന് പറ്റിയതാണോ, ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ശരിയാണോ? രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, ആരെങ്കിലും ഭരിച്ചോട്ടെ, അതൊന്നും നിങ്ങൾ നോക്കല്ലേ. ഇതൊക്കെ നമ്മളൊരു പ്രസ്ഥാനമായിട്ട് ഇറങ്ങിയാൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും കേരളത്തിൽ പ്രസ്ഥാനം താനോടെ തുടങ്ങണ്ടോ എന്ന് പറയല. പണ്ടൊരു പക്ഷേ നമ്മുടെയൊക്കെ മുന്നിലുള്ളത് നമ്മുടെ പഴയ കാലത്തെ രാഷ്ട്രീയ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും മാറിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി ഈ നാട്ടിൽ ബിസിനസ്സുകാരനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നിലനിൽപ്പുണ്ടാകില്ലെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ക്രെഡിൻ്റെ കുനാൽ ഷോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്ന് ഹോളിവുഡ് നടന്മാരെക്കാൾ ഇന്ത്യയിലെ ബിസിനസ്സുകാരെ, സെലിബ്രിറ്റികൾ ആഘോഷിക്കുന്നോ അന്ന് ഇന്ത്യയുടെ ചരിത്രം മാറുമെന്നാണ്. ഒരു സംശയമില്ല മക്കളെ. ഞാനിവിടെ നിന്ന് പറയുമ്പോൾ എന്നെ കാണാനും എന്നെ കേൾക്കാനും ഇത്രയും ആൾക്കാർ പെരിന്തൽമണ്ണയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ഓരോ ബിസിനസ്സുകാരനെ കേൾക്കാനും ബിസിനസ്സുകാരുടെ അനുഭവങ്ങൾ അറിയാനും നമ്മുടെ യൂത്ത്, നമ്മുടെ യുവജനങ്ങൾ, യുവതികൾ അടിങ്ങി എറിഞ്ഞിരിക്കുകയാണ്. അവർക്കതിലേക്കുള്ള അവരുടെ ആകർഷണം വളരെ വലുതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വളരെയധികമാണ് നമ്മുടെ യൂത്ത് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം, സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണമെന്ന ചിന്താഗതിയിലേക്ക് മാറിയിരിക്കുന്നത്. ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം എന്ന സ്വപ്നത്തിൽ നിന്ന് മാറി എനിക്കും എൻ്റേതായ എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ യുവജനത നമ്മുടെ പിന്നാലെ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ബിസിനസ്സുകാരെ ഒരിക്കലും നിങ്ങൾക്ക് മാറ്റി നിർത്താൻ ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ടും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനിയും നിങ്ങൾ മാറ്റണമെങ്കിൽ നമ്മൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലേക്ക് കേരളത്തിൽ കടന്നു വരണം. മാനുഫാക്ചറിങ് എനിക്കും നിങ്ങൾക്കും പറഞ്ഞിട്ടുള്ളതിനേക്കാൾ വളരെ വലിയ ഒരു ഇൻഡസ്ട്രി ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ എല്ലാ മേഖലകളിലും നമുക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. ചില ആൾക്കാരുണ്ട് ബിസിനസ് തുടങ്ങി കുറച്ച് നാളാകുമ്പോൾ ഇട്ടിട്ട് പോകും. നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രധാന വിഷയം ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മുടെ ഒരു പാഷൻ്റെ കുറവാണ്. നമ്മളൊരു പാഷനുമായിട്ട് ഇറങ്ങിയാൽ അതിൻ്റെ അറ്റം വരെ കാണാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അത്തരമൊരു പാഷൻ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അങ്ങേ അറ്റം വരെ പോകും. അങ്ങനത്തെ ഒരു പാഷൻ ഇല്ലാത്തവരാണ് ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ടിട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടെന്ന് പറഞ്ഞോ, ആരെങ്കിലും പറഞ്ഞെന്ന് കേട്ടോ, ആരെങ്കിലും ചെയ്യുന്നത് കണ്ടോ ഒരു ബിസിനസ്സും ചെയ്യാൻ ഇറങ്ങരുത്. ഞാനൊരു ചെറിയ കഥ പറയാം. ഒരു ഗ്രാമത്തിലെ വളരെ വലിയ ഇതേവരെ മഴ കിട്ടാതെ വെള്ളമില്ലാതെ അവരുടെ എല്ലാം നശിഞ്ഞു പോയി, കുടിവെള്ളം പോലും ഇല്ലാതെ ആ ഗ്രാമം ഉണങ്ങി വരണ്ട് നടന്നപ്പോൾ ഒരു സ്വാമിജി ആ ഗ്രാമത്തിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ഗുരുജി എന്ത് ചെയ്യുന്നറിയോ? ഗുരുജി ആ ഗ്രാമത്തിൻ്റെ മെയിൻ ജംഗ്ഷനിൽ പോയി നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഗുരുജി കുറേ സമയം മണിക്കൂറുകളോളം ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ മഴ പെയ്തു. നാട്ടിൽ മുഴുവൻ വെള്ളമായി, നല്ല കൃഷിയായി, എല്ലാ കാര്യങ്ങളും അവർക്കെല്ലാം സുഭിക്ഷമായി, അവർ സന്തോഷമായി ജീവിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ യുവജനങ്ങൾ പറഞ്ഞു, ഡാൻസ് കളിച്ചാൽ മഴ പെയ്യുമായിരുന്നെങ്കിൽ ഞങ്ങളും കളിച്ചേനെ.
അതുകൊണ്ട് ഈ സ്വാമിജി പറഞ്ഞ വലിയ കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ പ്രായമുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞു, സ്വാമിജി ഇനി ഞങ്ങളുടെ ഗ്രാമം വിട്ടുപോകരുത്, ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ താമസിക്കാൻ പറഞ്ഞു. സ്വാമിജിയെ അവിടെ തന്നെ താമസിപ്പിച്ചു. നാൾ കുറേ കടന്നുപോയി. വർഷങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിൽ വീണ്ടും പഴയ പോലെ വെള്ളം കിട്ടാതെയായി, മഴ പെയ്യാതെയായി. അങ്ങനെ കുറേ ആയപ്പോൾ ഈ യുവാക്കൾ പറഞ്ഞു, ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാമി പറഞ്ഞു, ഞാനും വരാം. അങ്ങനെ യുവാക്കളും സ്വാമിയും കൂടി അതേ ജംഗ്ഷനിൽ പോയി നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. കുറേ ഡാൻസ് കളിച്ചു. ഒരു ദിവസം മുഴുവൻ ഡാൻസ് കളിച്ചപ്പോൾ യുവാക്കൾ യുവതികളെല്ലാവരും മടുത്ത്, അവരെല്ലാവരും ക്ഷീണിച്ച് ഡാൻസ് മതിയാക്കി. സ്വാമി വീണ്ടും കളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഗുരുജി വീണ്ടും ഒരു 10-10.5 മണിക്കൂർ കൂടി കളിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ പെയ്തു. വീണ്ടും ആ ഗ്രാമം തളർത്തു, പൂത്തു. അപ്പോൾ ആ യുവാക്കൾ അദ്ദേഹത്തിന് ചെന്ന് പറഞ്ഞു, സ്വാമിജി ക്ഷമിക്കണം, ഞങ്ങൾ ഓർത്തത് ഞങ്ങൾ ഡാൻസ് കളിച്ചാലും മഴ പെയ്യുമെന്നാണ്, പക്ഷേ ഗുരുജി ഡാൻസ് കളിച്ചാലും മഴ പെയ്യുമെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി പറഞ്ഞൊരു ഉത്തരമുണ്ട്, ഞാൻ ഡാൻസ് കളിച്ചതുകൊണ്ടല്ല, നിങ്ങൾ ഡാൻസ് കളിച്ചത് മടുക്കുവോളമാണ്, ഞാൻ ഡാൻസ് കളിച്ചത് മഴ പെയ്യുവോളമാണ്. അതുതന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഡാൻസ് തുടങ്ങാം. നിങ്ങൾ മടുക്കുവോളം ഡാൻസ് കളിക്കാനാണെങ്കിൽ ആ പണിക്ക് പോകരുത്. അതല്ല, ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ മഴ പെയ്യിച്ച് അടങ്ങൂ എന്ന രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ആ ഗ്രാമത്തിൽ പൂക്കാനും തളിർക്കാനും ആവൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഡാൻസ് കളിക്കേണ്ടത് മടുക്കുവോളമല്ല, മഴ പെയ്യുവോളമായിരിക്കണം. അത്തരം ഒരു ഡാൻസിലേക്ക്, അത്തരമൊരു പ്രവൃത്തിയിലേക്ക് പെരിന്തൽമണ്ണയിലെ യുവജനങ്ങളെ ഒരുക്കുന്ന ഈ ഗ്രൂപ്പിന് ഒരിക്കൽ കൂടി ഞാൻ കേരളത്തിലെ ബിസിനസ്സിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഞാൻ പെട്ടെന്ന് നിർത്തുന്നു. ഇനിയും ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവട്ടെ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പെരിന്തൽമണ്ണ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ, മഴ പെയ്യുവോളം നിങ്ങൾ ഡാൻസ് കളിക്കാൻ തയ്യാറായാൽ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ നിങ്ങളെ തിരക്കി ഇവിടെ വരും. പെരിന്തൽമണ്ണയിൽ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ തുടങ്ങേണ്ടിയ ഗതികേടിലേക്ക് അവരെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരിക്കൽ കൂടി പെരിന്തൽമണ്ണക്കാർക്ക് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you so much, sir. And we have got a few more minutes. If it's okay, can we open it for questions, please? ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ please feel free to ask. I'm pretty sure there are many of you who would want to ask. Kindly raise your hands, please. Anybody who would love to ask any questions? Question ഇല്ല. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴാണ് പലയിടത്തു നിന്ന് കൈ പൊങ്ങാറ് ഇവിടെ. Yes, please. Can you please pass on the mic? ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് പറഞ്ഞാലേ സ്റ്റീവ് ജോസ് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫൂളിഷ്. വിശപ്പുള്ളവരും വിഡ്ഢികളുമായിരുന്ന മാത്രമേ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. നിങ്ങൾ പഠിക്കേണ്ടത് ഉത്തരം കണ്ടെത്താനല്ല, നിങ്ങൾ പഠിക്കേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കാനായിരിക്കണം. ചോദ്യം ചോദിക്കാൻ അറിയാവുന്നവനെ ഉത്തരം എഴുതാൻ വളരെ വളരെ നിസ്സാരമായിരിക്കും. ഓക്കെ, പ്ലീസ്. സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, സാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാർ ബിസിനസ് ചെയ്ത് ഇത് ഒരു സമയത്ത് ഒരു 4000 കസ്റ്റമറുമായിട്ട് വന്നപ്പോൾ തൻ്റെ സെർവർ ഡൗൺ ആവുകയും തൻ്റെ സാധനം എത്തിച്ചു കൊടുക്കാൻ പറ്റാതെയും വരുന്നു. അപ്പോൾ ബാംഗ്ലൂരുള്ള തൻ്റെ ഒരു കസ്റ്റമർ വിളിക്കുകയാണ്, തനിക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനോട് പറയുന്നു, സാർ കാര്യം പറയുന്നു. പിന്നെ അദ്ദേഹം തൻ്റെ പാർട്ട്ണറായി വരുന്നു. അപ്പോൾ അത് കഴിഞ്ഞുള്ളൊരു വളർച്ചയെക്കുറിച്ച് സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇങ്ങനൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ട്ണർ സാറിലേക്ക് എത്തിയില്ലെങ്കിൽ ഈ വളർച്ചയെ സാറിന് ഇന്നത്തെ പോലെ കാണാൻ കഴിയുമോ? അല്ലെങ്കിൽ അതിനെ സാർ ഇമാജിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സാർ അങ്ങനെ ഒരാൾക്ക് ഒരു സംരംഭം തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിത്വത്തെ കിട്ടിയില്ലെങ്കിൽ അയാൾ അവിടെ വെച്ച് നിർത്തിപ്പോകുമോ? അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? സാറിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള 2 വാക്കുകൾ. ഈ പാർട്ണറെ നിങ്ങൾക്കറിയോ? അദ്ദേഹത്തിൻ്റെ പേര് ഷാൻ കടവിൽ എന്നാണ്, മുഴുവൻ പേര് ഷാനവാസ് എന്നാണ്. അദ്ദേഹം നിങ്ങളുടെ മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ് കേട്ടോ. അതുകൊണ്ടാണ് മലപ്പുറത്തോട് എൻ്റെ സ്നേഹം. ഞാനന്ന് ഈ ബിസിനസ് നിർത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ടെക്നോളജിയിലുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. ഞാനിപ്പോഴും വലിയ ടെക്നോളജിയെങ്കിലും പറഞ്ഞാൽ എനിക്കിപ്പോഴും അറിയില്ല വാട്ട്സ് ബിഹൈൻഡ് ദ സ്ക്രീൻ. അപ്പോൾ ടെക്നോളജിയുടെ ഇഷ്ടം കൊണ്ട് അതിൽ കുത്തിച്ചേർത്തെങ്കിലും അതിലുള്ള അറിവില്ലായ്മയാണ് എന്നെ പുറകോട്ട് വലിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിനെ നിർത്തിക്കളഞ്ഞത്. ആൾ കൂടി അല്ല, ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ കസ്റ്റമർ കൂടി പൊട്ടിപ്പോയ കമ്പനിയാണ് sweetohome.com. അപ്പോൾ ആ അറിവില്ലായ്മ മറികടക്കാൻ ഞാനൊരു IT കാരനെ തപ്പി നടക്കുന്ന സമയത്താണ് ഷാൻ എന്നെ വിളിക്കുന്നത്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ എൻ്റെ മനസ്സിൽ
എനിക്ക് തോന്നുന്നത് അതായിരിക്കണം വേണ്ടത്. എൻ്റെ മനസ്സിൽ എൻ്റെ ആഗ്രഹം എന്നാ, എൻ്റെ സ്വപ്നം ഈ ലോകം മുഴുവൻ അറിയപ്പെടണം. എൻ്റെ സ്വപ്നം ഇവിടെ പ്രവൃത്തിപഥത്തിൽ വരണം. ഈ ലോകം മുഴുവൻ എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് അറിയണം എന്ന് ആഗ്രഹമായിട്ടിരിക്കുമ്പോഴാണ് ഷാൻ എന്നെ വിളിക്കുന്നത്. ഞാൻ ഷാനെ കാണുന്നു, ഷാൻ എൻ്റെ കൊച്ചിയിൽ വരുന്നു, ഞാൻ ബാംഗ്ലൂർ പോകുന്നു. അപ്പോൾ ഷാനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആരെയാണോ തപ്പി നടന്നത് അതിനേക്കാളും വലിയ ഉസ്താദാണ് ഇരിക്കണമെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ ഇപ്പോഴും സത്യം പറയാം, നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഫ്രഷ് ടു ഹോമിലെ ഞങ്ങളെ പാർട്ട്നേഴ്സ് ആരും ഷെയറിൻ്റെ ശതമാനം ഒന്നും അഗ്രിമെൻ്റ് എഴുതി ഒന്നും അല്ല ഈ കമ്പനി തുടങ്ങിയേക്കണത്. ഞങ്ങളുടെ സ്വപ്നം, ഈ സ്വപ്നം ലോകമറിയുന്നതാക്കി മാറ്റണമെന്നുള്ള ഒറ്റ സ്വപ്നത്തിൻ്റെ പുറത്താണ് അന്ന് ഞങ്ങൾ കൂടിയത്. ഇന്നും ആ ബന്ധം രണ്ടുപേരുടെയും സ്വപ്നങ്ങളായതുകൊണ്ട് ഇന്നും ആ ബന്ധം വളരെ നല്ല രീതിയിൽ പോകുന്നു. അതുകൊണ്ട് ഇനിയും ഫ്രഷ് ടു ഹോം വളരും ഉയരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങളൊരു ബിസിനസ്സിന് പോകുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് പോകുന്ന അല്ല, ഇത് മുഴുവൻ അല്ലേ. ചില ആൾക്കാരുണ്ട്, ഞാൻ എൻ്റെ ഷെയർ അങ്ങ് കൊടുത്താൽ ഇത് അവൻ കൊണ്ട് തിന്നുമല്ലോ, 100% എൻ്റെ ഇരുന്നാൽ എനിക്കിത് മുഴുവൻ കഴിച്ചുകൂടെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ഇതൊക്കെ നമ്മുടെ പഴയ കാലത്ത് സങ്കല്പങ്ങളാണ്. 51% എൻ്റെ അല്ലെങ്കിൽ ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുമായിട്ട് വന്നവരാരും എൻ്റെ കമ്പനി പിടിച്ചുകൊണ്ട് പോകാൻ വന്നവരല്ല. അവർ 100 രൂപ ഇന്നിട്ടാൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ 200 രൂപയായിട്ട് തിരിച്ചു പോകണം. ഇത് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കമ്പനി ഇവിടെ വന്നിരുന്ന് നടത്താനൊന്നും അവന് നേരമില്ല. അതൊക്കെ പണ്ടത്തെ നമ്മുടെ തോന്നലുകൾ. അതിന് നിങ്ങൾ ആകെ ഫ്ലിപ്കാർട്ട് എടുത്ത് നോക്കിയാൽ മതി. ഫ്ലിപ്കാർട്ട് വിറ്റപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഓണേഴ്സായ സച്ചിനും ബിന്നിയുടെ ശതമാനം രണ്ടുപേരുടെയും 6.5% ഷെയർ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ സ്വന്തം കമ്പനിക്കകത്ത്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ആ 6.5% ബിന്നിക്ക് കിട്ടിയതെന്ന് 1600 കോടി രൂപയാണ്. ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയാം, ബിന്നി സച്ചിനും കൂടി തുടങ്ങിയപ്പോൾ തീരുമാനിക്കുക, ഞാൻ ഇത് ആർക്കും കൊടുക്കില്ല, 100% ഞങ്ങൾ തന്നെ തിന്നുമെന്നായിരുന്നെങ്കിൽ അവരുടെ 100% ഷെയർ കിട്ടിയാൽ 1000 കോടി പോലും കിട്ടിയാലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വിവേകാനന്ദ സ്വാമി അനന്താകാശം പോലെ വിശാലവും ആഴി പോലെ അഗാധവുമായൊരു ഹൃദയം വേണം. എങ്കിൽ മാത്രമേ ഇനി നമുക്ക് ബിസിനസ് വിജയിക്കാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ പോരായ്മ എന്താണോ ആ പോരായ്മയെ നികത്താൻ പറ്റിയൊരു പാർട്ണറെ വേണം നിങ്ങൾ കണ്ടെത്താൻ. അല്ലാതെ പൈസയുണ്ട് അവൻ്റെ കയ്യിൽ, അതുകൊണ്ട് അവൻ 10 കോടി തരും, അതുകൊണ്ട് അവനെ കൂട്ടാമെന്ന് നിങ്ങൾ കരുതുകയേ ചെയ്യരുത്. നിങ്ങളുടെ പോരായ്മ നികത്താൻ പറ്റിയ ആളാണോ അയാൾ? ഷാൻ എന്തുകൊണ്ടാണ് എന്നെ കൂട്ടിയത്? ഷാൻ എഞ്ചിനീയറിങ്ങിലൊക്കെ ഉസ്താദാണ്, പക്ഷേ ഷാന് മീനിനെക്കുറിച്ചോ അറിയില്ല. ഷാൻ നല്ല മീൻ കഴിക്കണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യനാണ്. ഷാൻ വരുമ്പോൾ എടപ്പാളിൽ നിന്ന് ഉമ്മച്ചി പൊതിഞ്ഞു കൊടുക്കണ മീനാണ് ഒരു 2-3 ദിവസം ബാംഗ്ലൂരുണ്ട് കഴിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വീറ്റ് ഹോമിൻ്റെ മീൻ കിട്ടിയത്. അപ്പോൾ പുള്ളിയുടെ മനസ്സ് മുഴുവൻ, പക്ഷേ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോരായ്മ എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു ഡൊമൈൻ എക്സ്പെർട്ട് എൻ്റെ കൂടെ ഇല്ല. എൻ്റെ പോരായ്മ എനിക്ക് മനസ്സിലായി, എൻ്റെ കൂടെ ഒരു ടെക്കിൻ്റെ ഉസ്താദ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ പോരായ്മകളെ അറിഞ്ഞ് ആണ് നമ്മൾ കൂടുന്നത്. പിന്നെ ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങളോർക്കും ഫ്രഷ് ടു ഹോം ലോക അവസാനം വരെ ഇങ്ങനെ നിൽക്കുമെന്ന്. ഇല്ലെന്ന്. ഇനിയും തകർച്ചകളും ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും. ബിസിനസ്സാണോ, ഏത് ബിസിനസ് തുടങ്ങിയാലും ഏതെങ്കിലും തലങ്ങളിൽ നിങ്ങൾ ക്ഷീണങ്ങളും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരും. എന്തനുഭവിച്ചാലും നമ്മുടെ മനസ്സ്, ഇത് ഞാൻ മഴ പെയ്യുമ്പോൾ ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ മഴ പെയ്യിച്ചിരിക്കും.